ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ കഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ രേവതി കുറച്ച് സന്തോഷത്തിലിരിക്കുന്ന നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. സച്ചിക്ക് അവളെ കൂടുതൽ ഇഷ്ടമാണ്. അവർ രണ്ടുപേരും സന്തോഷമായിട്ട് നടക്കുന്ന നിമിഷത്തിൽ ഇനി കുറച്ച് രേവതിക്ക് വിഷമമുള്ള നിമിഷങ്ങളാണ് വരുന്നത്. എന്താലേ, ഒരു കുറച്ച് സന്തോഷം കണ്ടാൽ പിന്നെ നമുക്ക് കുറേ കാണേണ്ടി വരിക. പാവം രേവതിയുടെ വിഷമങ്ങളൊക്കെ കാണാം. അപ്പൊ പിറ്റേ ദിവസം രാവിലെ രേവതി എല്ലാവർക്കും കോഫിയൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും, നേരത്തെ എണീച്ചു എന്ന്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അവളെ ഇന്നും നേരത്തെ എണീക്കുന്നുണ്ടല്ലോ, നീ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞു. ഓ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ചെറിയ ചെറിയ കോൺവെർസേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. ശ്രുതി വരും. ശ്രുതി വന്നപ്പോൾ ശ്രുതിക്ക് കൂടി കോഫി എടുത്തിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി രേവതിനെ പറഞ്ഞു വിടും. അപ്പോഴാണ് ഇവരുടെ വീട്ടിലേക്ക് 2 പോലീസുകാർ വരിക. പോലീസുകാർ വരുമ്പോൾ ചന്ദ്രമതി രവീന്ദ്രൻ ചോദിക്കുമ്പോൾ എന്താ പോലീസുകാർ ഇങ്ങോട്ട് വരുന്നെന്ന് പറയും. അപ്പൊ ചന്ദ്രമതി പറയും, വേറെ ആരെ അന്വേഷിച്ച്, സച്ചിനെ അന്വേഷിച്ചിട്ടാവും. അവ ഓട്ടത്തിന് പോയെടുത്ത് എല്ലാവരും തല്ലിയിട്ടുണ്ടായിരിക്കും, അല്ലാതെ ആരെ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് പോലീസുകാർ വരേണ്ടതെന്ന് ചോദിക്കും. അവർ വന്നിട്ട് രവീന്ദ്രൻ ചോദിക്കും, ആരെ ഹായ് സാർ ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ആ പോലീസുകാരൻ രവീന്ദ്രനോട് സംസാരിക്കുമ്പോൾ രവീന്ദ്രന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം രവീന്ദ്രൻ പറയും, ഇവിടുത്തെ ബൈക്ക് മോഷണം പോയപ്പോൾ ഞാനാണ് വന്നത് അന്വേഷിച്ചത് എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പം ആരെ അന്വേഷിച്ചിട്ടാണ് വന്നത് എന്ന് ചോദിച്ചു. എന്ത് വിഷയമായിട്ടാണ് വന്നിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പം തന്നെ ചന്ദ്രമതി പറയും, നിങ്ങൾ സച്ചിനെ അന്വേഷിച്ചിട്ടല്ലേ വന്നത്, സച്ചി ഇവിടെ ഇല്ല എന്ന് പറയും. അപ്പോൾ അവര് പരസ്പരം നോക്കിയിട്ട് പറയും, അല്ല സുധീനെ അന്വേഷിച്ചിട്ടാണ് വന്നത് എന്ന് പറയും. ഇപ്പൊ ശ്രുതി ചോദിക്കും, സുധീനെ അന്വേഷിച്ചിട്ടോ, ശ്രുതി ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സാർ ഇപ്പൊ വിളിക്കാൻ വേണ്ടി സുധീനെ വിളിച്ചിട്ട് വരും. അപ്പൊ ശ്രുതി ചോദിക്കും, എന്താ സാർ എന്ന് പറയും. നിങ്ങളൊരു പൈസ തട്ടിക്കൊണ്ട് പോയ, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മോഷണം പോയ കേസ് തന്നിട്ടുണ്ടാവില്ലേ, അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാനാണ് വന്നത്. നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം, പിന്നെ ആ പെൺകുട്ടീനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണ്. അപ്പോഴാണ് രേവതി ചായ കൊണ്ട് വരുന്നത്. ചായ കൊണ്ട് വരുമ്പോൾ ഇവര്, മോളും നീ ഇവിടെയാണോ എന്ന് പറയും. അപ്പോൾ രേവതി അതേ പറയും. ഓ എല്ലാം അറിഞ്ഞിട്ടും ഇവര് നിന്നെ ഇവിടുത്തെ മരുമകളാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ചോദിക്കും, എന്തറിഞ്ഞിട്ട് എന്ന്. അപ്പൊ നിങ്ങളുടെ അന്നത്തെ ബൈക്ക് മോഷണം പോയതില് ആ ബൈക്ക് മോഷ്ടിച്ചത് ഈ കുട്ടിയുടെ അനിയനാണ്, അത് നിങ്ങൾക്ക് അറിയണ്ടാന്നില്ലേ എന്ന് വെച്ചു. അപ്പൊ അവരൊന്നും മിണ്ടാണ്ട് കുറച്ചേരൊക്കെ സംസാരിച്ചിട്ട് അവര് പോവും. അത് കഴിഞ്ഞ് രേവതി ഒന്നും അല്ലാണ്ടായി പോയെന്ന സിറ്റുവേഷൻ പോലെ രേവതി തല താഴ്ത്തി നിൽക്കുകയാണ്. ഒന്നും അല്ല, അവരുടെ മുന്നിലൊക്കെ നാണം കെട്ടു എന്നുള്ള സിറ്റുവേഷനാണ്. രവീന്ദ്രനാണെന്ന് ഇത് അറിയുണ്ടായിരുന്നില്ല. ചന്ദ്രമതിക്കാണെന്ന് ഒന്ന് കിട്ടിയാൽ മതിയല്ലോ. ചന്ദ്രമതി തുടങ്ങി, മാലപ്പടക്കത്തിലെ തീ കൊളത്തിയ പോലെ ചന്ദ്രമതി തുടങ്ങി പറയാൻ, ഓ അപ്പൊ ഇങ്ങനെ ഒരു മോഷണ കുടുംബത്തിൽ നിന്നാണ് നിങ്ങൾ മരുമകളെ കൊണ്ടുവന്നല്ലേ, പാവം കുടുംബമാണ്, ഒന്നുമില്ലാത്തവരാണ്, ചില ആത്മാഭിമാനമുള്ള കുടുംബക്കാരാണെന്നൊക്കെ നിങ്ങൾ എപ്പോഴും ആദരാതെ പറയുള്ളൂ. ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഒന്നും പറയല്ലേ, അങ്ങനെ ഒരു മോഷണ കുടുംബത്തിൽ നിന്നാണോ മരുമകളെ കിട്ടിയുള്ളതും? അവളൊന്നും മിണ്ടുന്നില്ല. നീ ഇങ്ങനൊരു കുടുംബത്തിലാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടാവില്ല. എന്റെ മകൻ ഒരു 50 ലക്ഷം അടിച്ചുകൊണ്ട് പോയിട്ട് എന്തൊക്കെ നിന്റെ ഭർത്താവ് ഇവിടെ പറഞ്ഞുണ്ടാക്കിയിരുന്നത്. അവൻ അടിച്ചുകൊണ്ട് പോയത് അവന്റെ അച്ഛന്റെ കാശെന്ന് പറയും. എന്താ വല്ലവരുടെയും വീട്ടിൽ നിന്നാണല്ലോ നിന്റെ അനിയന് മോഷ്ടിക്കുന്നത്? നിന്റെ അമ്മ അനിയത്തിയൊക്കെ അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല. നിങ്ങൾ പൂക്കച്ചവടം അല്ലാതെ സൈഡ് ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ? കുറേ പറയാൻ തുടങ്ങി. രവീന്ദ്രനാണെന്ന് ഒന്നും പറയാൻ പറ്റത്തായി. അതിന്റെ ഇടയിൽ ശ്രുതി പറയും, ഞാനന്ന് ഓടിപ്പോയത് നന്നായി ഉള്ളു അമ്മ, അല്ലെങ്കിൽ ഈ മോഷണ കുടുംബത്തിൽ ഞാനും ചെന്ന് പെടില്ലായിരുന്നോ, അന്ന് അത് നന്നായേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ ശ്രുതി ചിരിക്കും. ആകപ്പാടെ എല്ലാവരുടെയും പറയുന്നത് കേട്ടിട്ട് രേവതി ഒന്നും അല്ലാണ്ടായി പോയി. രേവതി കുറെ കരഞ്ഞിട്ട് രേവതി റൂമിൽ പോവും, അടുക്കളയിൽ പോവും. കിച്ചണിൽ പോകുമ്പോൾ രവീന്ദ്രൻ പിന്നാലെ വന്നിട്ട് പറയും, മോൾക്ക് ഇത് എന്നോട് പറയായിരുന്നു, എത്ര വട്ടം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, കല്യാണക്കാര്യം പറയാനും കല്യാണത്തിന് ക്ഷണിക്കാനും, അന്നൊക്കെ എന്തെങ്കിലും ഒന്ന് പറയായിരുന്നില്ലേ എന്ന് പറയും. അപ്പോ രേവതി പറയും, പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല അച്ഛൻ ഞങ്ങള്, കാരണം എൻ്റെ അച്ഛൻ മരിച്ചിരുന്ന സമയത്തും ഇതൊക്കെ ഞങ്ങൾ മറക്കാൻ ശ്രമിക്കായിരുന്നു, അതുകൊണ്ടാണ് പറയാഞ്ഞത് എന്ന് പറയും. നിനക്കറിയാലോ ചന്ദ്രമതിനെ, അവൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, ഒന്നുമില്ലാണ്ട് നിന്നെ അവൾ എന്തൊക്കെ പറയുന്നു, ഇപ്പൊ ഇതും കൂടി ആയില്ലേ, എനിക്ക് ഇനി ഒന്നും അവളോട് പറയാൻ പറ്റില്ല എന്ന് പറയും. നിനക്ക് എന്നോട് ഒരു വാക്ക് പറയായിരുന്നു എന്ന് പറയും. അത് കേട്ടപ്പോൾ രേവതിക്ക് കൂടുതൽ വിഷമായി. രേവതിക്ക് അറിയാൻ തുടങ്ങിയതല്ല. അത് കഴിഞ്ഞിട്ടാണ് രേവതിയുടെ അമ്മേനെയും അനിയത്തിനെയും കാണിക്കുന്നത്.
ഇങ്ങനെ പച്ചക്കറിയൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ രേവതിയുടെ ഒരു വിവരം ഇല്ലല്ലോ, ആടിമാസത്തിൽ വന്നു പോയതല്ലേ, പിന്നെ അവൾ വിളിച്ചിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞിട്ട് രേവതിയുടെ അമ്മ രേവതിനെ വിളിക്കുമ്പോൾ രേവതി ഫോൺ എടുക്കും. നല്ല രീതിക്ക് സംസാരിക്കുമ്പോൾ അമ്മ പറയും, നീ എന്താ കരഞ്ഞോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചപ്പോൾ ഈ ഒന്നുമില്ല അമ്മ അറിയും. എന്താ മോളെ എന്താ കരയണെന്ന് ചോദിക്കും. ഞാൻ എന്താ പറയണ്ട അമ്മ, ഞാനൊന്ന് സന്തോഷമായിട്ടിരിക്കുന്നത് ദൈവത്തിന് പോലും സഹിക്കണില്ല. അതിനെന്താ ഉണ്ടായി, നിന്നെ എന്തേലും പറഞ്ഞോ അവര്? എന്താ അമ്മ പറയേണ്ടത്? അന്ന് അവൻ ബൈക്ക് മോഷ്ടിച്ചത് ഒക്കെ ഇവിടെ എല്ലാവരും അറിഞ്ഞു. ഇനി എനിക്കൊന്നും പറയാനില്ല അമ്മ. മോഷണ കുടുംബത്തിൽ നിന്നാണ് മോഷണ കുടുംബത്തിലേക്കാണ് മകൻ പോയത്. അവിടുന്നാണ് പെണ്ണിനെ കിട്ടിയത്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അച്ഛൻ ചോദിച്ചു ഒരു വാക്ക് എന്നോട് പറയാനില്ലേ, എല്ലാത്തിലും ഞാൻ ഇല്ലാണ്ടായി അമ്മ. ഇനി എന്താ ഞാൻ ചെയ്യാ? എനിക്കൊന്നും പറയാൻ ഒന്നുമില്ല. എന്നും ഞാനിവിടെ തല താഴ്ത്തി നിൽക്കുക, എന്നും ഞാൻ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ അമ്മ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കുറെ കരയുന്നു. രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീനിലാണ് കാണിക്കുക. അത് കഴിയുമ്പോൾ രേവതിയുടെ അനിയൻ വരും വീട്ടിക്ക്. അപ്പോൾ എന്തിനാ അമ്മ കരയണെന്നൊക്കെ ചോദിക്കും. എല്ലാം എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ അത് അനുഭവിക്കുന്ന രേവതിയാണ്, നിനക്ക് സമാധാനം ആയില്ലടാന്ന് ചോദിക്കുമ്പോൾ കുറെ തല്ലുകയൊക്കെ ചെയ്യും. അപ്പോൾ അനിയത്തി പിടിച്ചു മാറ്റിയൊക്കെ ചെയ്യും. ദേവ് പിടിച്ചു മാറ്റിയിട്ട് പറയും, അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്തായാലും സച്ചേട്ടന് ഇതൊക്കെ അറിയാലോ. സച്ചേട്ടൻ പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ ആരോടും പറയാതിരുന്നത്. സച്ചേട്ടനൊക്കെ അറിയാലോ. സച്ചിക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം? ചന്ദ്രമതിക്ക് അറിയത്തുള്ളൂ. അവരെന്തൊക്കെ അവളെ പറയുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ അവൾ കരയുന്നെങ്കിൽ അവൾക്ക് അവിടെ ഒരു സ്വൈരം ഉണ്ടാവില്ല എന്ന് പറയും. ആ രേവതിയുടെ കരച്ചിൽ കാണാൻ നമുക്ക് പറ്റില്ല. എന്ന്